കഥയെ ആരംഭിക്കുന്നത് ജപ്പാനിലെ ടോക്കിയോ നഗരത്തിൽ നിന്നുമാണ്. അവിടെ സസാക്കി എന്ന പേരുള്ള ഒരാൾ ഒരു വലിയ ഇന്റർനാഷണൽ കമ്പനിയിൽ മാനേജറായി ജോലി ചെയ്യുകയാണ്. 13 വർഷത്തെ കഠിനാധ്വാനത്തിന് ശേഷമാണ് അവൻ കമ്പനിയിൽ തന്റേതായ ഒരു വ്യക്തിമുദ്ര പതിപ്പിച്ചത്. എന്നാൽ ഒരു ദിവസം പെട്ടെന്ന് അവനെ ജോലിയിൽ നിന്ന് കമ്പനി പിരിച്ചുവിട്ടു. കാരണം ഒരു ചൈനീസ് കമ്പനി ഈ കമ്പനിയിൽ വലിയൊരു നിക്ഷേപം നടത്തുകയും മാനേജ്മെന്റിന്റെ ചുമതല സ്വന്തം ആളുകൾക്ക് തന്നെ നൽകണം എന്ന് നിബന്ധന വെക്കുകയും ചെയ്തു. ജപ്പാനിലെ ഒരു എംപ്ലോയിയുടെ ശമ്പളത്തിൽ 3 ചൈനീസ് എംപ്ലോയികളെ കമ്പനിക്ക് നിയമിക്കാൻ സാധിക്കുമായിരുന്നു. ഏത് ജോലിയാണോ സസാക്കി തന്റെ അടയാളമാക്കി മാറ്റിയത് അതൊരൊറ്റ നിമിഷം കൊണ്ട് അവനിൽ നിന്ന് തട്ടിയെടുക്കപ്പെട്ടു. ഇത്രയും വർഷത്തെ വിശ്വസ്തതയുടെയും കഠിനാധ്വാനത്തിന്റെയും അവസാനം കുറച്ച് വാക്കുകളിൽ മാത്രമായി ഒതുങ്ങി. അവൻ മിണ്ടാതെ ഭാരമേറിയ ചുവടുകളോടെ ഓഫീസിന് പുറത്തേക്കിറങ്ങി. പുറത്തെ തിരക്ക് മുമ്പത്തെ പോലെ തന്നെയായിരുന്നു. എന്നാൽ സസാക്കിയെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ലോകവും പെട്ടെന്ന് മാറിമറിഞ്ഞതുപോലെ തോന്നി. ഇനി എങ്ങോട്ട് പോകണം എന്നവനൊരു പിടുത്തവും കിട്ടിയില്ല. ഏറ്റവും വലിയ കാര്യം വീട്ടിൽ പോയി കുടുംബത്തോട് എന്തു പറയും എന്നവന് മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. കുറച്ചു സമയം വഴിയോരത്തവൻ അലഞ്ഞു തിരിഞ്ഞു. ആ സമയം പെട്ടെന്ന് അവൻ രണ്ടുപേരുടെ സംഭാഷണം കേട്ടു. ഏതൊരു കമ്പനിയിൽ വന്ന് പുതിയ ജോലിയെക്കുറിച്ച് അവർ സംസാരിക്കുകയായിരുന്നു. തകർന്നടിയുന്ന പ്രതീക്ഷകൾക്കിടയിൽ സസാക്കിയുടെ ഉള്ളിൽ ഒരു പ്രതീക്ഷ വീണ്ടും ഉണർന്നു. അവൻ ഒട്ടും വൈകാതെ ആ കമ്പനിയുടെ നേർക്കോടി. എന്നാൽ ഏറെ നേരം വരിയിൽ നിന്നതിനു ശേഷം അവന്റെ ഊഴം എത്താറാകുമ്പോഴേക്കും ജോബ് ആപ്ലിക്കേഷൻ എണ്ണം പൂർത്തിയായി കഴിഞ്ഞിരുന്നു. അതും പറഞ്ഞ് ഒരു നോട്ടീസും പതിക്കപ്പെട്ടു. ഇപ്പോൾ അവന്റെ മുമ്പിൽ മറ്റൊരു ബുദ്ധിമുട്ട് വന്നു നിന്നു. അവൻ ഓഫീസിലെ സാധനങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ എന്തോ കുഴപ്പമുണ്ടെന്ന് കുടുംബം ഉടൻ തന്നെ മനസ്സിലാക്കും. എന്ത് വില കൊടുത്തും അത് തടയണം എന്നവൻ ആഗ്രഹിച്ചിരുന്നു. ജോലി പോയ സത്യം പറയാൻ അവൻ തയ്യാറായിട്ടില്ല. അതിനാൽ കുറച്ചു സമയം ചിന്തിച്ച ശേഷം അവൻ കയ്യിൽ പിടിച്ചിരുന്ന ഓഫീസിലെ എല്ലാ സാധനങ്ങളും ഡസ്റ്റ്ബിനിൽ ഉപേക്ഷിച്ചു. അവൻ തന്റെ സാധനങ്ങൾ മാത്രമല്ല തന്റെ പഴയ വ്യക്തിത്വവും അവിടെ ഉപേക്ഷിച്ച് പോവുകയാണെന്ന് തോന്നിപ്പിച്ചു. അതിനുശേഷം അവൻ വീട്ടിലെത്തുമ്പോ ഭാര്യ മേകുമി അത്ഭുതത്തോടെ ചോദിച്ചു, ഇന്നിത്ര നേരത്തെ എങ്ങനെ വീട്ടിലെത്തി? ഒരു നിമിഷത്തേക്ക് സസാക്കി പരിഭ്രാന്തനായി. എന്നാൽ തൊട്ടടുത്ത നിമിഷം അവൻ പറഞ്ഞു, ഓഫീസിലെ ഒരു എംപ്ലോയിക്ക് എന്തോ ഇൻഫെക്ഷൻ ഉണ്ടായി. അതുകൊണ്ട് ഓഫീസ് മുഴുവൻ സാനിറ്റൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിനുശേഷം ദിവസവും രാവിലെ അവൻ മുമ്പത്തെ പോലെ സൂട്ട് ധരിച്ച് വീട്ടിൽ നിന്ന് ഓഫീസിലേക്ക് പോകുന്നതായി അഭിനയിക്കുകയും തുടർച്ചയായി പുതിയ ജോലിക്കായി അലഞ്ഞുതിരിയുകയും ചെയ്തു. എന്നാൽ വിധി ഓരോ വാതിലും അവനെ ചതിക്കുന്നത് പോലെയായിരുന്നു. ഒരിടത്ത് അവന് ലഭിച്ചത് സെക്യൂരിറ്റി ഗാർഡ് ആവാനുള്ള ജോലിയാണ്, മറ്റൊരിടത്ത് ക്യാഷർ ആവാനുള്ള ജോലി. താൻ 13 വർഷമായ ഒരു വലിയ കമ്പനിയിൽ മാനേജർ ആയിരുന്നുവെന്ന് സസാക്കി വീണ്ടും വീണ്ടും മറ്റുള്ളവരെ മനസ്സിലാക്കി കൊടുക്കാൻ ശ്രമിച്ചു. എന്നാൽ ആർക്കും അവന്റെ ആ എക്സ്പീരിയൻസ് കൊണ്ട് ഒരു കാര്യമുണ്ടായിരുന്നില്ല. അവനാണെങ്കിൽ കുറച്ച് പ്രായമേറിയിട്ടുമുണ്ട്. തളർന്നൊടുവിൽ വൈകുന്നേരം അവൻ കൃത്യം അതേ സമയത്ത് തന്നെ വീട്ടിൽ തിരികെ എത്തും. തന്റെ കുടുംബത്തിന് ചെറിയൊരു സംശയം പോലും തോന്നാതിരിക്കാൻ അവൻ പരമാവധി ശ്രമിച്ചിരുന്നു. പുറത്തെ ലോകത്ത് അവൻ തൊഴിലില്ലാത്തവനായിരിക്കുന്നു. എന്നാൽ തന്റെ കുടുംബത്തിന്റെ കണ്ണുകളിൽ ഇന്നും അവൻ അതേ ബഹുമാനിക്കപ്പെടുന്ന മാനേജരായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഭക്ഷണമേശയിലിരിക്കുമ്പോ ഇപ്പോൾ അവൻ ആരോടും അധികം സംസാരിക്കാറില്ല. ഭാര്യയോടോ മകൻ കൊഞ്ചിയോടോ ഇല്ല. അവൻ തന്റെ തന്നെ ചിന്തകളിൽ മുഴുകിയിരിക്കും. കുടുംബത്തോടൊപ്പം ജീവിക്കുമ്പോഴും അവൻ അവരിൽ നിന്ന് അകന്നതുപോലെയായിരുന്നു. ഒരു ദിവസം അവന്റെ മകൻ കെഞ്ചിക്ക് എവിടെ നിന്നും ഒരു പഴയ കേടായ പിയാനോ ലഭിച്ചു. അവൻ സന്തോഷത്തോടെ അത് വീട്ടിലേക്ക് കൊണ്ടുവരികയും തന്റെ മുറിയിലിരുന്ന് പൂർണ്ണ മനസ്സോടെ അതിന്റെ ബട്ടണുകൾ അമർത്താൻ തുടങ്ങുകയും ചെയ്തു. അത് കാണുമ്പോ മ്യൂസിക് എന്നത് അവന്റെ ഒരു ഹോബി മാത്രമല്ല, അവന്റെ ഏറ്റവും വലിയ സന്തോഷമാണെന്നും വ്യക്തമാകുന്നുണ്ടായിരുന്നു. തനിക്ക് മ്യൂസിക് ക്ലാസ്സിൽ പോകാൻ താല്പര്യമുണ്ട് എന്നവൻ തന്റെ മാതാപിതാക്കളോട് പറഞ്ഞു. എന്നാൽ സസാക്കി ഒരു നിമിഷം പോലും ചിന്തിക്കാതെ അതിൽ തന്റെ വിസമ്മതം പ്രകടിപ്പിച്ചു. കാരണം തൊഴിലില്ലായ്മയുടെ ഈ പ്രയാസകരമായ ഘട്ടത്തിൽ ചെറിയൊരു അധിക ചെലവ് പോലും താങ്ങാൻ അയാൾക്ക് കഴിയില്ലായിരുന്നു. കെഞ്ചി കൂടുതൽ നിർബന്ധം പിടിച്ചപ്പോ അയാൾ അവനെ വഴക്ക് പറഞ്ഞു. ഇപ്പോൾ പഠിക്കേണ്ട സമയമാണെന്നും ഇത്തരം കാര്യങ്ങൾക്ക് ശ്രദ്ധ കൊടുക്കേണ്ട സമയമല്ല എന്നും പറഞ്ഞ് വഴക്കുണ്ടാക്കി. കെഞ്ചിക്കാണെങ്കിൽ തന്റെ ഡാഡിയുടെ ഈ സംസാരം തീരെ ഇഷ്ടപ്പെട്ടില്ല. അവൻ തന്റെ 1 മാസത്തെ ലഞ്ച് മണി പിയാനോ ടീച്ചർക്ക് കൊണ്ടുപോയി കൊടുക്കുകയും ദിവസവും പിയാനോ ലെസൺസ് എടുക്കാൻ തുടങ്ങുകയും ചെയ്തു. വീട്ടിലാരും അറിയാതിരിക്കാൻ പലപ്പോഴും അവൻ സ്കൂളിലെ ക്ലാസ് പോലും അതിനായി മിസ് ചെയ്തു. ഇത്തരത്തിൽ കെഞ്ചിയും അപ്പോൾ സസാക്കിയെ പോലെ കള്ളം പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയിരുന്നു. വീട്ടിൽ ആരും ആരോടും തങ്ങളുടെ ഉള്ളിലുള്ള കാര്യം തുറന്നു പറയുന്നില്ല. ഭക്ഷണത്തിന്റെ പേരിൽ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന ഒരേ ഒരാൾ മെഗുമിയാണ്. എന്നാൽ ഭക്ഷണ സമയത്താണെങ്കിൽ ആരും അധികം സംസാരിക്കുന്നുമില്ല. എല്ലാവരും തങ്ങളുടേതായ വേറിട്ട ലോകത്ത് ജീവിക്കുന്നു.
അങ്ങനെ 3 മാസക്കാലം കടന്നുപോയി. ഒരു ദിവസം വഴിയിൽ വെച്ച് സസാക്കി കുറോസു എന്ന പേരുള്ള ഒരാളെ കണ്ടുമുട്ടി. കുറോസു സ്കൂൾ കാലഘട്ടത്തിൽ സസാക്കിയോടൊപ്പം പഠിച്ചവനാണ്. സംഭാഷണത്തിനിടയിലാണ് അവൻ അറിയുന്നത് കുറോസുവും സസാക്കിയെ പോലെ തൊഴിലില്ലാത്തവനാണെന്ന്. അവനും വീട്ടുകാരിൽ നിന്ന് ഇക്കാര്യം മറച്ചുവെച്ചിരിക്കുകയാണ്. രണ്ടുപേരുടെയും കഥ ഏകദേശം ഒരുപോലെയായിരുന്നു. ഒരു ദിവസം സസാക്കിയും കുറോസുവും വീണ്ടും ജോലിക്കായി അപ്ലൈ ചെയ്യാൻ ഇറങ്ങി. എന്നാൽ അവിടെ എത്തിയതും രണ്ടുപേരും അത്ഭുതപ്പെട്ടു പോയി. ഉദ്യോഗാർത്ഥികളുടെ വരിയാകട്ടെ അത്രമേൽ വലുതായിരുന്നു. ഗോവണികൾ വരെ ആളുകളുടെ തിരക്കുണ്ട്. ഉള്ളിൽ നിൽക്കുന്ന ഒരാളോട് അവർ ചോദിക്കുമ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇവിടെ ആരുടെയും എക്സ്പീരിയൻസിനൊന്നും ഒരു വിലയുമില്ല. കുറെ ഇന്റർവ്യൂ എടുക്കുക, അത്രയധികം തിരക്കുണ്ട്. ഇന്റർവ്യൂ എടുക്കുന്നവർക്ക് ആളുകളുടെ വരി വേഗത്തിൽ അവസാനിപ്പിച്ചു വിടണം. അത് കേട്ട് സസാക്കിയുടെ മുഖത്ത് നിരാശ കൂടുതൽ ആഴമുള്ളതായി. തന്റെ എക്സ്പീരിയൻസ് ഒന്നും അവിടെ പരിഗണിക്കപ്പെടില്ല എന്ന് സസാക്കി തിരിച്ചറിഞ്ഞു. തനിക്കും അവിടെ ഒന്നും നേടാൻ കഴിയില്ല എന്ന് കുറോസുവും മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് മടങ്ങിപ്പോവാൻ അവർ തീരുമാനിച്ചു. സസാക്കിയെ അന്ന് കുറോസു തന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ക്ഷണിച്ചു. പിന്നീട് വീണ്ടും നമുക്ക് മറ്റൊരു ജോലിക്ക് ശ്രമിക്കാം എന്ന് പറയുകയും ചെയ്തു. സസാക്കി അന്ന് അവനോടൊപ്പം വീട്ടിലേക്ക് പോയി. അവിടെ കുറോസുവിന്റെ ഭാര്യയും മകളും അവനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ആ വീടിന്റെ അന്തരീക്ഷവും സസാക്കിയുടെ വീട് പോലെ തന്നെയാണ്. അമ്മയും മകളും അധികം തുറന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നില്ല. പിന്നീട് കുറോസുവിന്റെ മകളുടെ വാക്കുകളിൽ നിന്ന് സസാക്കി ഒരു കാര്യം മനസ്സിലാക്കി. കുറോസുവിന്റെ ജോലി പോയതിനെ കുറിച്ച് അവർക്കെല്ലാം അറിയാം. കുറോസുവിന്റെ ബഹുമാനത്തിനും വീടിനുള്ളിലെ അവന്റെ അതോറിറ്റിക്കും ക്ഷതമേൽക്കാതിരിക്കാൻ അവർക്കറിയില്ല എന്ന മട്ടിൽ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്. അതറിഞ്ഞ് സസാക്കി ഒന്ന് ഭയപ്പെട്ടു. തന്റെ കുടുംബത്തിനും ഇനിയെങ്ങാനും ഇക്കാര്യം മനസ്സിലായി കാണുമോ എന്നവന് തോന്നി. ഭക്ഷണം കഴിച്ച ശേഷം അവൻ രാത്രി വീട്ടിൽ മടങ്ങിയെത്തുമ്പോ തന്റെ മുഖത്തൊരു പുഞ്ചിരി കൊണ്ടുവരാൻ നിഷ്ഫലമായൊരു ശ്രമം അവൻ നടത്തി. അവന്റെ ഭാര്യ മേക്കുമി അവനെ കാത്തിരുന്ന് സോഫയിൽ തന്നെ ഉറങ്ങിപ്പോയിരുന്നു. അന്നൊരു കൂട്ടുകാരൻ നിർബന്ധിച്ച് ഭക്ഷണത്തിന് കൊണ്ടുപോയതുകൊണ്ട് താൻ വൈകിയത് എന്നവൻ പതുക്കെ അവളോട് പറഞ്ഞു. അവൾ ഭക്ഷണം കഴിച്ചോ ഇല്ലയോ എന്ന് പോലും അവൻ അവളോട് ചോദിച്ചില്ല. മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അവൻ അവളെ എഴുന്നേൽപ്പിച്ച് തന്നോടൊപ്പം മുറിയിലേക്ക് കൊണ്ടുപോയേനെ. എന്നാൽ ഇപ്പോൾ അവൻ മിണ്ടാതെ അവിടെ നിന്നും മുറിയിലേക്ക് ഉറങ്ങാനായി പോയി. മെഗൂമി കൈകൾ വിടർത്തി അവിടെ തന്നെ കിടന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ടും കാര്യമൊന്നും നടക്കാതെ വന്നപ്പോ സസാക്കി ഒരു പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനിയിൽ ജോലി അന്വേഷിച്ചു ചെന്നു. ചെറുപ്പക്കാരായ ആൺകുട്ടികളായിരുന്നു അത് നടത്തിയിരുന്നത്. സസാക്കിയുടെ പ്രായം കണ്ടതും എല്ലാവരും അവനെ വിചിത്രമായ രീതിയിൽ നോക്കാൻ തുടങ്ങി. ഇന്റർവ്യൂ എടുക്കുന്ന ആൺകുട്ടികൾ അവനെ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഞങ്ങൾക്ക് നന്നായി പാട്ടുപാടാൻ കഴിവുള്ളയാളെയാ വേണ്ടത്. ആദ്യം ഒന്ന് പാട്ടുപാടി കാണിച്ച് അതിനുശേഷമേ ജോലി ലഭിക്കൂ ഇല്ലയോ എന്ന് തീരുമാനിക്കൂ. സസാക്കി ഉള്ളിന്റെ ഉള്ളിൽ അപമാനത്താൽ തിളച്ചു മറഞ്ഞു. എന്നാൽ അവിടെ വെച്ചൊന്നും പറയാൻ അവന് പറ്റുന്നുണ്ടായിരുന്നില്ല. തന്റെ ജൂനിയേഴ്സ് ആകാൻ പോലും യോഗ്യതയില്ലാത്ത ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇന്ന് തന്റെ മുമ്പിലിരുന്ന് തന്നെ പരിഹസിക്കുന്നത്. അവൻ എല്ലാ വിഷമവും ദേഷ്യവും കടിച്ചമർത്തി. പിന്നീട് അവൻ കുറോസുവിനെ കണ്ടുമുട്ടുമ്പോ ദേഷ്യത്തോടെ നിലത്ത് കാലടിച്ചു. സാധനങ്ങളെയും മറ്റും തൊടിക്കുകയും തന്റെ നിസ്സഹായാവസ്ഥയിൽ ദേഷ്യം തീർക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. അവൻ ഏറ്റവും കൂടുതൽ വിഷമം ജോലി പോയതിലായിരുന്നില്ല, മറിച്ച് ഒരിക്കൽ തന്റേതായ വ്യക്തിത്വമുണ്ടായിരുന്ന ഒരു മനുഷ്യൻ ഇന്ന് ലോകത്തിന്റെ കണ്ണിൽ ഒരു ജോക്കറെ പോലെയായി മാറി എന്നതോർത്തിട്ടായിരുന്നു. അവനിപ്പോൾ അവന്റെ വീട്ടിൽ മാത്രമായിരുന്നു മുമ്പത്തെ പോലെ ബഹുമാനം ലഭിച്ചിരുന്നത്. ഒരു ദിവസം സസാക്കിയുടെ ഭാര്യ മെഗുമി ഒരു കാർ ഷോറൂമിൽ പുതിയൊരു കാർ കാണാൻ പോയി. അവളുടെ ഭർത്താവ് ഇപ്പോഴും ഒരു വലിയ കമ്പനിയിൽ മാനേജറാണെന്നും ഉടൻ തന്നെ പ്രൊമോഷനോ ബോണസോ ലഭിക്കുമ്പോ കുടുംബത്തിനായി ഇതുപോലൊരു കാർ വാങ്ങും എന്നായിരുന്നു അവൾ കരുതിയിരുന്നത്. എന്നാൽ ഷോറൂമിൽ നിന്ന് പുറത്തിറങ്ങിയതും അവളുടെ ശ്രദ്ധ റോഡിന്റെ മറുവശത്തേക്ക് പോയി. അവിടെ സസാക്കിയും കുറോസുവും ഫ്രീ ഭക്ഷണത്തിന്റെ വരിയിൽ നിൽക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരും ഓഫീസിൽ പോകുന്ന വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. എന്നാൽ അവരുടെ ഭാവങ്ങൾ കണ്ട് അവർക്കിപ്പോൾ ഒരു പണിയുമില്ലെന്ന് വ്യക്തമായി മനസ്സിലാക്കാമായിരുന്നു. ഈ കാഴ്ച കണ്ട് മെഗുമി തീർത്തും സ്തബ്ധയായി പോയി. എന്നാൽ വീട്ടിൽ വന്ന ശേഷവും അവൾ തന്റെ ഭർത്താവിനോടൊന്നും ചോദിച്ചില്ല. അടുത്ത ദിവസം സസാക്കി പതിവ് പോലെ ജോലിക്കായുള്ള തിരച്ചിലിന് വീട്ടിൽ നിന്നിറങ്ങി. എന്നാൽ അന്ന് ദിവസം മുഴുവൻ കുറോസുവിനെ എവിടെയും കാണുന്നുണ്ടായിരുന്നില്ല. കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി അവൻ മാത്രമായിരുന്നു സസാക്കിയുടെ ഏക കൂട്ടുകാരൻ. അവനോട് തന്റെ അവസ്ഥകളും മനസ്സിലെ കാര്യങ്ങളും എല്ലാം അവൻ പങ്കുവച്ചിരുന്നു. ഒടുവിൽ കൂട്ടുകാരനെ പറ്റി അന്വേഷിക്കാൻ അവന്റെ വീട്ടിൽ പോയി വിവരങ്ങൾ തിരക്കാൻ സസാക്കി തീരുമാനിച്ചു. എന്നാൽ അവിടെ എത്തിയതും അവന്റെ കാലിനടിയിലെ മണ്ണൊലിച്ചു പോകുന്ന പോലെ തോന്നി. കുറോസു തന്റെ ഭാര്യയുമായി വലിയ വഴക്കുണ്ടാക്കിയെന്നും അതിനുശേഷം അവൻ ആദ്യം സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തുകയും പിന്നീട് സ്വയം ജീവിതം അവസാനിപ്പിക്കുകയും ചെയ്തു എന്നവൻ അറിഞ്ഞു. ആ വാർത്ത കേട്ട് സസാക്കിയുടെ മുഖം വിളറി. അവൻ ആകെ വല്ലാതായി. ആ നിമിഷത്തിൽ ആദ്യമായി അവൻ ആ സത്യം തിരിച്ചറിഞ്ഞു. തുടർച്ചയായ കള്ളവും തൊഴിലില്ലായ്മയും തകരുന്ന ആത്മാഭിമാനവും
ഒരു മനുഷ്യനെ എത്രത്തോളം അപകടകാരിയാക്കി മാറ്റുമെന്ന്. അതോടെ അവന് വല്ലാത്ത ഭയം തോന്നാൻ തുടങ്ങി. തന്റെ സ്വന്തം ജീവിതവും ഈ ഇരുണ്ട വഴിയിലേക്കാണോ നീങ്ങുന്നത് എന്നവന് തോന്നാൻ തുടങ്ങി. തന്റെ പഴയ എക്സ്പീരിയൻസിന് ഈ ലോകത്ത് വലിയ വിലയൊന്നുമില്ലെന്ന് അവൻ അതിനകം മനസ്സിലാക്കി കഴിഞ്ഞിരുന്നു. ഒടുവിൽ കുറച്ച് ചിന്തിച്ച ശേഷം അവൻ തന്റെ ആത്മാഭിമാനം പണയം വെച്ച് ഒരു ഷോപ്പിംഗ് മാളിൽ ക്ലീനിംഗ് ജീവനക്കാരന്റെ ജോലി സ്വീകരിച്ചു. അതവൻ ആഗ്രഹിച്ചതോ തന്റെ ജീവിതകാലം മുഴുവൻ കഷ്ടപ്പെട്ടത് ഏത് ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നോ അത്തരമൊരു ജോലിയായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അവന്റെ മുമ്പിൽ മറ്റൊരു വഴിയുമുണ്ടായിരുന്നുമില്ല. ഒരിക്കൽ വലിയ വലിയ മീറ്റിംഗുകളിൽ തീരുമാനങ്ങൾ എടുത്തിരുന്ന മനുഷ്യൻ ഇന്ന് മിണ്ടാതെ തറയും ബാത്റൂമും വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഇതേസമയം മറുവശത്ത് കെഞ്ചി തന്റെ പിയാനോ ക്ലാസ്സിൽ തുടർച്ചയായി അധ്വാനിക്കുകയായിരുന്നു. 3 മാസം കൊണ്ട് അവൻ വളരെ മികച്ച രീതിയിൽ പിയാനോ വായിക്കാൻ തുടങ്ങി. അവന്റെ ടീച്ചർ പോലും അവന്റെ കഴിവുകളിൽ അത്ഭുതപ്പെട്ടിരുന്നു. അത്രയും ചെറിയ പ്രായത്തിൽ അവന്റെ അസാധാരണമായ കഴിവ് ടീച്ചർ എടുത്തു പറഞ്ഞു. കൂട്ടത്തിൽ ടീച്ചർ കൂട്ടിച്ചേർത്തു, നിനക്ക് അസാധാരണമായ കഴിവാണുള്ളത്. നിന്റെ മാതാപിതാക്കളുടെ പെർമിഷൻ ലഭിച്ചാൽ വൈകാതെ വിദേശത്ത് നടക്കുന്ന വലിയൊരു മ്യൂസിക് കോമ്പറ്റീഷനിലേക്ക് നിന്നെ അയക്കാൻ സാധിക്കും. ഇതേ സമയമായിരുന്നു അവൻ അമ്മയെ സ്കൂളിലേക്ക് വിളിപ്പിക്കപ്പെട്ടതും. അവിടെ എത്തിയപ്പോഴാണ് അവൾ അറിയുന്നത് കെഞ്ചി കഴിഞ്ഞ 3 മാസമായി ലഞ്ചിന്റെ ഫീസ് അടച്ചിട്ടില്ല. മാത്രമല്ല അവൻ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി പല ക്ലാസുകളും മിസ് ചെയ്യുന്നുമുണ്ട്. അത് കേട്ടതും മെഗൂമി പരിഭ്രാന്തയായി. വീട്ടിൽ തിരിച്ചെത്തിയ ഉടൻ അവൾ അവന്റെ മുറിയിലേക്ക് പോയി. അവനോട് സത്യം ചോദിച്ചു. കുറച്ചു സമയം മിണ്ടാതിരുന്ന ശേഷം ഒടുവിൽ കെഞ്ചിയെല്ലാം തുറന്നു പറഞ്ഞു. സത്യങ്ങൾ കേട്ടതും ഒരു നിമിഷത്തേക്ക് മെഗൂമി അത്ഭുതപ്പെട്ടുപോയി. തന്റെ മകൻ തന്നെ മറച്ചിത്തരമൊരു കാര്യം ചെയ്യുന്നുണ്ട് എന്നവൾ ചിന്തിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. എന്നിരുന്നാലും തന്റെ മകൻ തെറ്റായ വഴിയിലല്ല, മറിച്ച് സ്വന്തം പാഷനെ പിന്തുടരുകയാണല്ലോ ചെയ്യുന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോ അവൾ അവനോടൊന്നും തന്നെ പറഞ്ഞില്ല. എങ്കിലും അവൾ അവനെ മനസ്സിലാക്കാൻ തുടങ്ങി. കൂട്ടത്തിൽ ഡാഡിയോട് ഇപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും പറയരുത് എന്ന കാര്യം എടുത്തു പറയുകയും ചെയ്തു. ഇതേ സമയം തൂപ്പുകാരനായുള്ള തന്റെ ആദ്യത്തെ ദിവസത്തെ ഡ്യൂട്ടി അവസാനിച്ച ശേഷം സസാക്കി ക്ലീനിംഗ് ജീവനക്കാരന്റെ യൂണിഫോം അഴിച്ച് വീണ്ടും തന്റെ പഴയ സൂട്ട് ധരിക്കുകയായിരുന്നു. വീട്ടിലേക്ക് മടങ്ങുമ്പോ ആരും തന്റെ യാഥാർത്ഥ്യം അറിയരുത് എന്ന് കരുതിയായിരുന്നു അദ്ദേഹം അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ അപ്പോഴാണ് അവന്റെ ശ്രദ്ധ അടുത്തു നിൽക്കുന്ന മറ്റൊരു ജീവനക്കാരിലേക്ക് തിരിഞ്ഞത്. അവനും തന്റെ ക്ലീനിംഗ് യൂണിഫോം അഴിച്ച് സ്യൂട്ട് ധരിക്കുകയായിരുന്നു. ഇത് കണ്ട് സസാക്കി തിരിച്ചറിഞ്ഞു, താൻ ഒറ്റയ്ക്കല്ല. ഇതുപോലെ ഈ നഗരത്തിൽ ഒരുപാട് പേരുണ്ട്. ദിവസം മുഴുവൻ മറ്റു വഴിയില്ലാതെ നിർബന്ധിത ജോലി ചെയ്യുകയും വൈകുന്നേരമാകുമ്പോ സ്യൂട്ട് ധരിച്ച് ലോകത്തിനു മുമ്പിൽ തങ്ങളുടെ തകർന്ന ജീവിതം മറച്ചുവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നവർ. പിന്നീട് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അവൻ ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോ വീടിന് പുറത്തുള്ള ഡ്രോപ്പ് ബോക്സിൽ നിന്നും ഒരു കവർ ലഭിച്ചു. മാസങ്ങളായി ജോലിക്കുള്ള തിരച്ചിലിൽ അലഞ്ഞു തിരിയുമ്പോഴും അവന്റെ ഉള്ളിൽ അപ്പോഴും ഒരു ചെറിയ പ്രതീക്ഷ അവശേഷിച്ചിരുന്നു. അതിനാൽ കവർ കണ്ടതും അത് വല്ല ജോബ് ഓഫർ ആകുമോ എന്ന് ചിന്തിച്ച് ഉടൻ തന്നെ അവൻ ആ കവർ എടുത്തു തുറന്നു. പക്ഷെ അത് തുറന്നതും അവന്റെ മുഖം മങ്ങി. കാരണം ആ ലെറ്റർ അദ്ദേഹത്തിനുള്ളതായിരുന്നില്ല, മറിച്ച് കെഞ്ചിക്കുള്ളതായിരുന്നു. അതിൽ കെഞ്ചിയെ ഒരു മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കെഞ്ചിയുടെ ടീച്ചർ ഒരു മ്യൂസിക് കോമ്പറ്റീഷനായി അവന്റെ പേര് നൽകിയിരിക്കുന്നു. അത് കണ്ടപ്പോൾ മുതൽ സസാക്കി ഒരു മോശം മൂഡിലായിരുന്നു. പിന്നെ വീട്ടിലെത്തിയപ്പോഴാണ് കെഞ്ചിയുടെ സീക്രട്ട് പിയാനോ ക്ലാസിനെ കുറിച്ചും സസാക്കി അറിയുന്നത്. കൂട്ടത്തിൽ അവൻ ലഞ്ച് മണി സ്കൂളിൽ അടയ്ക്കാത്തതോടൊപ്പം ക്ലാസുകളും മിസ് ചെയ്യുന്നുണ്ട് എന്ന് സസാക്കി അറിഞ്ഞു. സസാക്കിയുടെ ദേഷ്യം മാളിക്കത്തി. ജോലി നഷ്ടപ്പെട്ടപ്പോൾ മുതൽ കുടുംബത്തിൽ മുമ്പത്തേക്കാൾ കൂടുതൽ അതോറിറ്റി സ്ഥാപിക്കാനും കുടുംബത്തിലെ തന്റെ അതോറിറ്റിയും ബഹുമാനവും അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാനും സസാക്കി വല്ലാതെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ കെഞ്ചി ഇങ്ങനെ തന്റെ വാക്കുകളെയും അധികാരത്തെയും പൂർണ്ണമായി ഇഗ്നോർ ചെയ്യുന്നു എന്നവന് തോന്നിയപ്പോ തന്റെ വാക്കുകൾക്ക് വീട്ടിലൊരു വാല്യൂവും അവശേഷിക്കുന്നില്ല എന്ന രീതിയിൽ ചിന്തിച്ചപ്പോ സസാക്കിയുടെ നിയന്ത്രണം വിട്ടു. ദേഷ്യത്തിൽ കെഞ്ചിയെ വിളിച്ച സസാക്കി കർശനമായി ഓരോ കാര്യങ്ങളും ചോദിച്ചു. അവനോട് പറയാതെ പിയാനോ ക്ലാസ്സിൽ പോകാൻ ശ്രമിച്ചത് എന്തിനാണെന്നും ക്ലാസ് കട്ട് ചെയ്തത് എന്തിനാണെന്നും ഒക്കെ സസാക്കി ചോദിച്ചു. എന്നാൽ കെഞ്ചി പറഞ്ഞു, ഞാനിപ്പോ പറഞ്ഞിട്ട് എന്ത് കാര്യമാണുള്ളത്? ഞാൻ പറയുന്നത് ആരും ഇവിടെ കേൾക്കാറില്ലല്ലോ. ഈ വീട്ടില് എന്നെ കുറിച്ച് ആർക്കാ വേവലാതിയുള്ളത്? അവന്റെ ഈ കുത്തിനോവിക്കുന്ന വാക്കുകൾ കേട്ടതും സസാക്കിയുടെ ദേഷ്യം പൊട്ടിത്തെറിച്ചു. അവൻ ഓടിച്ചെന്ന് കെഞ്ചിയെ പിടിക്കുകയും ശക്തി അവനെ മേശയിലേക്ക് തള്ളുകയും ചെയ്തു. മേശപ്പുറത്ത് വെച്ചിരുന്ന കപ്പുകളും പാത്രങ്ങളും പൊട്ടി നിലത്തു ചിതറി. എന്നാൽ അതിനുശേഷവും കെഞ്ചി വഴങ്ങാൻ തയ്യാറായില്ല. അവന്റെ ഈ പിടിവാശി സസാക്കിയുടെ ഉള്ളിൽ കട്ട പിടിച്ചു കിടന്ന എല്ലാ വേദനകളെയും
നിന്ദകളെയും അപമാനങ്ങളെയും വീണ്ടും മാളിക്കത്തിച്ചു. തൊട്ടടുത്ത നിമിഷം അവൻ തന്റെ മകന്റെ കർണത്തടിച്ചു. അത് കണ്ട് മെഗൂമി ഉടനിടയിൽ വരികയും രണ്ടുപേരെയും പിടിച്ചു മാറ്റാൻ നോക്കുകയും ചെയ്തു. അവൾ സസാക്കിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് സമയമായി, കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ പൂർണ്ണമായും മാറിയിരിക്കുകയാണ്. നിങ്ങളെ കണ്ട എന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒപ്പം ചിലവഴിച്ച മനുഷ്യനെ പോലെ തോന്നുന്നേയില്ല. പക്ഷേ ഒന്നും അവിടെ തീർന്നിരുന്നില്ല. ദേഷ്യത്തിൽ കെഞ്ചി തന്റെ പിയാനോ എറിഞ്ഞു കളയുകയും മുകളിലേക്ക് തന്റെ മുറിയിലേക്ക് ഓടിപ്പോവുകയും ചെയ്തു. സസാക്കി ദേഷ്യത്തിൽ അപ്പോഴും അവന്റെ പിന്നാലെയോടി. വീടിനുള്ളിൽ ഏതാനും സെക്കൻഡുകൾക്കുള്ളിൽ വലിയൊരു ബഹളമുണ്ടായി. മെഗൂമി പരിഭ്രാന്തിയായി. മെഗൂമിയോട് ചെന്ന് നോക്കുമ്പോ ഗോവണിയിൽ നിന്നും മകൻ താഴെ വീണ് കിടക്കുകയാണ്. അബദ്ധത്തിൽ കെഞ്ചികോണിൽ നിന്ന് താഴെ വീണിരുന്നു. പരിഭ്രാന്തിയായി അവൾ സസാക്കിയോടുടൻ തന്നെ ആംബുലൻസ് വിളിക്കാൻ പറഞ്ഞു. കുറച്ചു സമയത്തിനു ശേഷം കെഞ്ചിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാർ പറഞ്ഞു അവന്റെ തലയിൽ ചെറിയ പരിക്കേറ്റിട്ടുണ്ട്. അവസ്ഥ ഗുരുതരമല്ലായിരുന്നെങ്കിലും ആ സംഭവം മെഗൂമിയുടെ ഉള്ളുലച്ചു. വീടിന്റെ അന്തരീക്ഷം വല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന തരത്തിലേക്ക് മാറിക്കഴിഞ്ഞിരുന്നു. അടുത്ത ദിവസം സസാക്കി മാളിൽ വൃത്തിയാക്കൽ നടത്തുമ്പോ ബാത്റൂമിന്റെ തറയിൽ നിന്ന് കട്ടിയുള്ളൊരു കവർ ലഭിച്ചു. കവർ തുറന്നപ്പോ അത് മുഴുവൻ ക്യാഷാണ്. ഒരു നിമിഷത്തേക്ക് അവൻ ആ പണത്തിലേക്ക് തന്നെ നോക്കിയിരുന്നു. മാസങ്ങളായി തൊഴിലില്ലായ്മയിലാണ്. കൂടാതെ അപമാനവും സാമ്പത്തിക പ്രയാസങ്ങളും. അവന്റെ മുമ്പിൽ അത്രയും വലിയൊരു തുക വന്നതുകൊണ്ട് അവന്റെയും മനസ്സിടറി. ആ പണമെടുത്ത് വസ്ത്രങ്ങൾക്കുള്ളിൽ ഒളിപ്പിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അവനോടി. എന്നാൽ അവൻ ചെന്നുവിട്ടതാകട്ടെ മാളിനകത്തുണ്ടായ തന്റെ ഭാര്യയുടെ മുമ്പിലേക്കായിരുന്നു. ക്ലീനിംഗ് ജീവനക്കാരന്റെ യൂണിഫോമിൽ തന്റെ ഭർത്താവിനെ അവിടെ കണ്ട് ഭാര്യ അത്ഭുതത്തോടെ സസാക്കിയെ നോക്കി. തന്റെ ഭാര്യയെ അങ്ങനെ മുമ്പിൽ കണ്ടതും കള്ളങ്ങൾ പൊളിയുന്നു എന്ന ഭയത്തിലും നാണക്കേടിലും എങ്ങനെ പ്രതികരിക്കണമെന്നറിയാതെ സസാക്കി സ്തബ്ധനായി. പിന്നാലെ അവൻ പെട്ടെന്ന് അവിടെ ഓടിപ്പോയി. മെഗൂമി അവിടെ എന്തു ചെയ്യാനാ വന്നത് എന്ന് ചോദിക്കാൻ പോലും അവൻ നിന്നിരുന്നില്ല. പിന്നാലെയാണ് കുറച്ചു കാര്യങ്ങൾ വ്യക്തമാകുന്നത്. സത്യത്തിൽ കുറച്ചു മണിക്കൂറുകൾക്ക് മുമ്പ് അവള് വീട്ടിലായിരുന്നപ്പോ ഒരു മനുഷ്യൻ അവളുടെ കയ്യും കാലും കെട്ടിയിട്ട് വീട്ടിൽ കൊള്ളയും മോഷണവും നടത്തി. പോലീസിൽ നിന്ന് രക്ഷപ്പെടാൻ അവൻ മെഗൂമിയെ തന്നെ തന്റെ പരിചയാക്കി മാറ്റിയായിരുന്നു അങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. മെഗൂമി വാഷ്റൂമിന്റെ വ്യാജേന അവനിൽ നിന്ന് രക്ഷപ്പെടാൻ മാളിനുള്ളിലേക്ക് കടന്നതായിരുന്നു. എന്നാൽ അവിടെ സസാക്കി അവളുടെ അടുത്തേക്ക് വരുന്നതിനു പകരം അവിടെ ഓടിപ്പോയപ്പോ വീട്ടിൽ പോയി തന്റെ ഭർത്താവിനെ ഇനിയും നാണം കെടുത്തണ്ട എന്ന് അവൾക്കും തോന്നി. തന്റെ മുമ്പിൽ അദ്ദേഹം നാണം കെട്ട് നിൽക്കണ്ട എന്ന് തീരുമാനിച്ച അവൾ വിധി തന്നെ എങ്ങോട്ട് കൊണ്ടുപോകുന്നോ അങ്ങോട്ട് പോകാമെന്നുറപ്പിച്ച് നേരെ പുറത്തേക്കിറങ്ങി. തന്നെ തട്ടിക്കൊണ്ടുവന്നിരുന്ന ആ മനുഷ്യന്റെ കാറിൽ കയറിയിരുന്നു. അതിനുശേഷം ആ മനുഷ്യൻ നഗരത്തിൽ നിന്ന് മാറി കടൽ തീരത്തേക്ക് കാറ് കൊണ്ടുപോയി നിർത്തി. പിന്നാലെ അവിടെ ഉണ്ടായിരുന്ന ഒരു കെട്ടിടത്തിലേക്ക് മെഗൂമിയെ അയാൾ കൊണ്ടുപോയി. മെഗൂമിക്ക് മേൽ ബലം പ്രയോഗിക്കാൻ തുടങ്ങി. മെഗൂമിയാകട്ടെ ചത്ത പോലെ കിടന്നു. കുടുംബത്തിലെ കാര്യങ്ങളും മറ്റും അവളെ വല്ലാതെ ബാധിച്ചിരുന്നു. ഒന്നിനെ പറ്റിയും ചിന്തിക്കാൻ അവൾക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. അത് കണ്ട് പെട്ടെന്ന് ആ കള്ളൻ വല്ലാതായി പുറകോട്ട് മാറി പൊട്ടിക്കരയാൻ തുടങ്ങി. അവൻ മെഗൂമിയെ ദൈവമേ എന്ന് വിളിച്ച് കൈകൂപ്പി കരയാൻ തുടങ്ങി. തൊഴിലില്ലായ്മ കാരണം താൻ വലിയ കഷ്ടത്തിലായിരുന്നെന്നും തന്റെ ഭാര്യ മരണപ്പെട്ടുവെന്നും ഇന്നാദ്യമായാണ് താൻ മോഷണം നടത്തിയതെന്നും അയാൾ വിതുമ്പി പറയുന്നുണ്ടായിരുന്നു. മറുഭാഗത്ത് മാളിൽ നിന്നിറങ്ങിയ സസാക്കിയും ഓടിക്കൊണ്ടേയിരുന്നു. മെഗൂമിയുടെ മുന്നിൽ തന്റെ യാഥാർത്ഥ്യം വെളിപ്പെട്ട ശേഷം വീട്ടിൽ പോയി തന്റെ കുടുംബത്തെ എതിരിടാനുള്ള ധൈര്യം അവനുണ്ടായിരുന്നില്ല. എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് സസാക്കിക്ക് ഒരു പിടുത്തവും കിട്ടുന്നുണ്ടായിരുന്നില്ല. തളർന്ന് അവൻ വീണ്ടും വീണ്ടും താഴെ വീണു. പെട്ടെന്നാണ് വഴിയിൽ വെച്ചൊരു കാർ അവനെ ഇടിച്ചത്. ഡ്രൈവറാകട്ടെ അവനെ വഴിയോരത്ത് തള്ളിയിട്ട് അവിടെ ഓടിപ്പോവുകയും ചെയ്തു. രക്തം വാർന്നൊഴുകിയതുകൊണ്ട് സസാക്കി ബോധരഹിതനായി കഴിഞ്ഞിരുന്നു. മണിക്കൂറുകളോളം ബോധം കെട്ടവിടെ കിടന്നിട്ടും ആ വഴിയോരത്ത് ആരും വന്നവനെ തിരിഞ്ഞു നോക്കിയത് പോലുമില്ല. അടുത്ത ദിവസമായിട്ടും മാതാപിതാക്കൾ വീട്ടിൽ തിരിച്ചെത്താതിരുന്നപ്പോ അവരുടെ മകൻ കെഞ്ചിയും വീട്ടിൽ നിന്നിറങ്ങി. വല്ലാതെ വിശക്കുന്നുണ്ടായിരുന്നു. മോഷണം നടത്തി വയറു നിറയ്ക്കാനുള്ള അവന്റെ ശ്രമത്തിനിടയിൽ അവൻ പോലീസിന്റെ കയ്യിൽ പെട്ടു. എന്നാൽ ഏറെ ചോദിച്ചിട്ടും അവൻ തന്റെ വീടിനെക്കുറിച്ചോ മാതാപിതാക്കളെക്കുറിച്ചോ ഒന്നും പറഞ്ഞില്ല. അതിന്റെ ഫലമായി രാത്രി മുഴുവൻ അവനെ ലോക്കപ്പിൽ അടച്ചു. എന്നാൽ ഒരുപക്ഷെ അവനും വീട്ടിലേക്ക് പോകാൻ ആഗ്രഹിച്ചിരുന്നിരിക്കില്ല. എവിടെയാണോ തന്റെ സ്വപ്നങ്ങൾക്കും ഒന്നിനും ഒരു വിലയില്ലാത്തത് അങ്ങോട്ടേക്ക് പോയിട്ട് എന്ത് കാര്യം എന്നായിരിക്കാം അവൻ ചിന്തിച്ചിട്ടുണ്ടാകുക. അവന്റെ മനസ്സിൽ വലിയൊരു കലാപം തന്നെ നടക്കുന്നുണ്ടായിരുന്നു. ഒടുവിൽ രാവിലെയോടെ പോലീസ് അവനെ മോചിപ്പിച്ചു. അവൻ പുറത്തേക്കിറങ്ങി. മറുവശത്ത് മെഗൂമി കടൽ തീരത്ത് വന്നു നിൽക്കുമ്പോ കടലിന് മുകളിലുള്ള ആകാശത്തിൽ വിചിത്രമായൊരു നക്ഷത്രം കണ്ടു. എന്നാൽ ആ നക്ഷത്രത്തെ കണ്ടതിനു ശേഷം മെഗൂമിക്ക് എന്തോ ഒരു മാറ്റം തന്നെ സംഭവിച്ചു. മനസ്സിലെ ഇരുട്ട് പെട്ടെന്ന് തെളിഞ്ഞതുപോലെ
ഏതോ ദൈവിക ശക്തി അവൾക്കെന്തോ സന്ദേശം നൽകിയതുപോലെ അവൾ നേരെ അവിടെ നിന്ന് തന്റെ വീട്ടിലെത്തി. അവിടെ കെഞ്ചി നേരത്തെ തന്നെ എത്തിയിരിക്കുന്നുണ്ടായിരുന്നു. ആരും ആരോടും ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. വന്ന ഉടൻ തന്നെ മെഗൂമി കെഞ്ചിക്ക് ഭക്ഷണം തയ്യാറാക്കാൻ തുടങ്ങി. മറുവശത്ത് സസാക്കിയും ബോധം വന്നെഴുന്നേറ്റു. അതും പൂർണ്ണ ആരോഗ്യത്തോടെ. ഒരു തളർച്ചയും അവൻ അനുഭവപ്പെടുന്നുണ്ടായിരുന്നില്ല. അവന്റെ മനസ്സും തീർത്തും തെളിഞ്ഞിരിക്കുന്നു. മുമ്പോട്ട് പോകുമ്പോ എന്തു ചെയ്യണം എന്നവൻ അറിയാമായിരുന്നു. തനിക്ക് ലഭിച്ച പണം അവൻ ലോസ്റ്റ് ആൻഡ് ഫൗണ്ട് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബോക്സിൽ നിക്ഷേപിച്ചു. സംഭവിച്ച തെറ്റ് സംഭവിച്ചു കഴിഞ്ഞു. ഇനി ഒരു തെറ്റും താൻ ചെയ്യില്ല. ഞാനിനി തെറ്റുകൾ ആവർത്തിക്കില്ല എന്ന് സസാക്കി ഉറപ്പിച്ചു കഴിഞ്ഞതുപോലായിരുന്നു. അവനും പിന്നീട് വീട്ടിലെത്തി. അവിടെ മെഗൂമിയും കെഞ്ചിയും ഡിന്നറിനായി സസാക്കിയെയും കാത്തിരിക്കുകയായിരുന്നു. സസാക്കി തന്റെ ക്ലീനിംഗ് ജീവനക്കാരന്റെ യൂണിഫോമിൽ അവരുടെ മുന്നിൽ വന്നു നിന്നു. ഇതാണ് ഞാൻ എന്നവരോട് പറയുന്ന പോലായിരുന്നു അത്. എന്നാൽ മെഗൂമിയോ കെഞ്ചിയോ അവനോടൊന്നും ചോദിച്ചില്ല. തങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞതുമില്ല. നിങ്ങൾ പണക്കാരനായിരുന്നപ്പോ ഞങ്ങൾ നിങ്ങളെ സ്വീകരിച്ചിരുന്നു. ഇന്ന് നിങ്ങൾ പാവപ്പെട്ടവനാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും നിങ്ങൾക്ക് അതേ സ്ഥാനവും അതേ ബഹുമാനവുമുണ്ട് എന്നവർ പറയാതെ പറയുന്നുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ കുറച്ചു നാളുകളിൽ അവരെല്ലാവരും ജീവിതത്തിലെ വലിയൊരു സത്യം മനസ്സിലാക്കി കഴിഞ്ഞു. അവസ്ഥ എന്തു തന്നെയായിരുന്നാലും ജീവിതം അവരെ എത്രത്തോളം തകർത്താലും ജീവിതം തുടർന്ന് മുന്നോട്ട് തന്നെ പോകുമെന്ന്. ജീവിതത്തിൽ നിന്ന് എപ്പോഴും മൂടിയൊളിക്കാൻ കഴിയില്ല. അതിനെതിരെ പൊരുതാനേ സാധിക്കൂ. പിന്നീട് സസാക്കി തന്റെ ക്ലീനിംഗ് ജോലി നല്ല രീതിയിൽ സമാധാനത്തോടെ ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ അവന് അതിലൊരു നാണക്കേടും തോന്നാറില്ല. ആര് തന്നെ കാണുന്നു എന്നതിനെക്കുറിച്ച് വേവലാതിയുമില്ല. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം സസാക്കിയും മെഗൂമിയും കെഞ്ചിയുടെ മ്യൂസിക് കോമ്പറ്റീഷൻ കാണാനെത്തി. കുറച്ച് ആൺകുട്ടികൾക്ക് ശേഷം കെഞ്ചിയുടെ ഊഴം വന്നു. അവൻ പതുക്കെ പിയാനോ വായിക്കാൻ തുടങ്ങി. കുറച്ചു സമയം കൊണ്ട് ഈണം അതിന്റെ ഉച്ചസ്ഥായിയിലെത്തി. ഹാളിലിരിക്കുന്ന പ്രേക്ഷകർ തീർത്തും ശാന്തരായി അത് കേട്ടിരുന്നു. കെഞ്ചി അത്രയും മനോഹരമായിട്ടായിരുന്നു പിയാനോ പ്ലേ ചെയ്തുകൊണ്ടിരുന്നത്. തന്റെ മകന്റെ ആ പെർഫോമൻസ് കണ്ട് സസാക്കിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ ഈ ഈണത്തിൽ ഒളിഞ്ഞിരിക്കുന്ന വേദനയോടൊപ്പം ഒരു പുതിയ തുടക്കത്തിന്റെ പ്രതീക്ഷയും അനുഭവിക്കുകയായിരുന്നു. ഈണം പൂർത്തിയായി. അതിനുശേഷം സസാക്കി മെഗൂമിയോടൊപ്പം എഴുന്നേറ്റ് കെഞ്ചിയുടെ അടുത്തേക്ക് ചെന്നു. അവന്റെ തലയിൽ തലോടി. വലിയ അഭിമാനത്തോടെ അവർ ഹാളിൽ നിന്ന് പുറത്തേക്കിറങ്ങി. പുറകിൽ പ്രേക്ഷകരാകട്ടെ പുതിയൊരു സ്റ്റാർ ഈ ലോകത്തെ കുതിച്ചുയരുന്നു എന്ന മട്ടിൽ കെഞ്ചിയെ നോക്കി നിൽക്കുകയായിരുന്നു. ആ ഒരു പ്രതീക്ഷ ബാക്കി വെച്ച് ചലച്ചിത്രം അവസാനിക്കുന്നു. രസകരമായ ഈ ഒരു കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.